السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. رأس دخلته حية. പാമ്പ് കടന്നെങ്കെത്ത ഒരു തല. ಅದರ ബഗ്ഗെയാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അൽ ഖിലാഫത്തുർ റാഷിദ, 4 മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ പിന്നെ ഇസ്ലാമുക വന്നെങ്കെത്ത ഖിലാഫത്താണ് അൽ ഖിലാഫത്തുൽ അമവിയ. നീണ്ട 91 ವರ್ಷത്തോളം 41ರಿಂದ ಹಿಜ್ರ 132 ಅದರ ಆದ್ಯത്തെ ഖലീഫയാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. ഖിലാഫത്തിൽ 20 ವರ್ಷത്തോളം ആ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായാൽ പിന്നെ അയാളെ മോനാണ് യസീദ് ഖിലാഫത്തുക്ക് വേണ്ടി. അയാളെ അവിടെ ഖിലാഫത്തിൽ ഖിലാഫത്ത് അനുസരിച്ചെങ്കത്തെ കുറേ ആൾമാരിന്നാറ് അയാളെ വർത്തനയും എല്ലാം സഹിക്കാണ്ട് ഇഷ്ടപ്പെടാണ്ട് ಅದರ ತೊಟ್ಟು ಬಿಟ್ಟು ನಿನ್ನಂಗೆತ್ತ ആൾമാരിന്നാർ. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹും അക്കൂട്ടത്തിൽ പെട്ടങ്ങാണ് മദീനത്തെ അങ്ങ് മക്കത്ത് പോയാർ. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ കൊന്നെങ്കെത്ത സംഭവമാണ്. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹും കൊല്ലപ്പെടും. ഇക്കട്ട് അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ കർബലത്തിൽ കൊന്നെങ്കെത്ത സംഭവം എല്ലാവർക്കും ഗൊന്തുള്ളതാണ്. ആ മഹാനുക്ക് കൂഫത്തെ കുറേ കടലാസ് പണ്ട് നിങ്ങൾ കൂഫത്തുക്ക് പറഞ്ഞുകൊണ്ടു അത് വഞ്ചനയായിട്ടിന്ത് അവസാനം വഞ്ചിക്കപ്പെടറ്. എളാപ്പടമോന് മുസ്ലിം ഇബ്നു ഉഖൈലിന്റെ കടത്തിറ് അവിടെ കടലാസ് വന്നുകൊണ്ടുണ്ടല്ലേ കൂഫത്തുക്ക് പോവാ നിങ്ങൾ ഇവിടെ വരൂ നിങ്ങളെ ബയ്യാച്ചാക്കടാണ്ട ചൊന്നുകൊണ്ടല്ലേ. മുസ്ലിം ഇബ്നു ഉഖൈൽ പോയപ്പോൾ 18,000 ആൾമാർ ബയ്യാച്ചാക്കടാറ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫത്തുക്ക് അങ്ങനെ പോണ്ടു. അങ്ങനെ തുടങ്ങി പിന്നെ ഈ ആൾമാരെല്ലാം പിന്മാറാറ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലായിൽ കൊല്ലപ്പെടും. അപ്പോൾ അതുക്ക് നേതൃത്വം കൊടുത്ത ആളാണ് യസീദ് ബിൻ മുആവിയ. എന്താക്കിത്തും ചൊന്നെങ്കിൽ കൂഫത്തെ അണ്ടത്തെ അമീറായിട്ടിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു സംഘവുമായി ബണ്ടെന്ന് ചൊല്ല വിഷയം കിട്ടിയപ്പോൾ കൂഫത്തെ അണ്ടത്തെ അമീർ നുഅ്മാൻ ബിൻ ബഷീർ അൽ അൻസാരി അയാൾ അത്ര ഇങ്ങളെ എതിർക്കോ പറ്റാത്തെങ്കെത്ത ആളാണ്. ചൊന്നെങ്കിൽ അയാളിന്നെങ്കിൽ ഇയാളെ കാര്യം നടക്കാലാന്ന് ചൊന്നിട്ടു ബസറത്തെ ഗവർണറായിട്ടിരുന്ന ഉബൈദുല്ലാഹിബിൻ സിയാദ് അയാളെയാണ് കൂഫത്തെയും ഗവർണറാക്കടെ. അപ്പോൾ 2 റായത്തെ ഗവർണർ ഇയാളാവും. അങ്ങനെ ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുടെ ഈ ഉബൈദുല്ലാഹിബിൻ സിയാദ് കൊല്ലുട. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വിഷയം കിട്ടിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് തിരിച്ചു പോകണമെന്ന് ചൊന്നിട്ട് അയാൾ വസിയത്താക്കിയത്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലാത്തുക്ക് നേരെ പോണ്ടു. അള്ളാഹു തീരുമാനിച്ചെങ്കെത്ത കാര്യങ്ങൾ നടക്കണല്ലേ. അങ്ങനെ ഉബൈദുല്ലാഹിബിൻ സിയാദിന്റെ പട്ടാളം ഉമർ ബിൻ സഈദ് ചൊല്ല ആളെ നേതൃത്വത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുടൊട്ടിക്ക് യുദ്ധാക്കുകൊണ്ട് അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുള്ളിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുടൊട്ടിയെ കർബലാത്തിൽ യുദ്ധം നടക്കുന്നത്. ഇറാഖിലുള്ള പട്ടണാണ്. ബഗ്ദാദിലെ ഉത്തരഭാഗത്തുള്ള എങ്കെത്ത കർബല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. കൂടെ ഇന്നെങ്കെത്ത 72 ആൾമാർ കൊല്ലപ്പെടുറാറ്. അതൊരു വെള്ളിയാഴ്ചയാണ്. ആശുറാ നാളിലാണ് ഹിജ്റ 561 വർഷത്തിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുള്ളിയുടെ അക്രമമായിട്ട് അങ്ങ് കൊല്ലാറ്. അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ ഉമർ ബിൻ സഅദ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ തലയും അതുപോലെ കൂടെ ഇന്നെങ്കെത്ത ആൾമാരെ തലയുടെ ഉബൈദുല്ലാഹിബിൻ സിയാദിലാണ് കടത്തല്. അയാളെ കയ്യിൽ ഇന്നെങ്കെത്ത ഒരു കോലുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ 2 ചുണ്ടുടെ ഇടയിൽ ഇങ്ങനെ കോലുകൊണ്ട് കുത്തുറുണ്ടാണ്. അങ്ങനെ കുത്തുറുത് കണ്ടപ്പോൾ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനെയും അയാൾ ജോറാക്കട്. അങ്ങനെ ഈ തലയുടെയെല്ലാം യസീദ് ബിൻ മുആവിയ ഖലീഫയുടെ മുട്ട കടത്തിയപ്പോൾ യസീദിന്റെ 2 കണ്ണിലും തണ്ണി വണ്ടുണ്ടാണ്. ഈ ഇബ്നു സിയാദിനെ അയാൾ ശപിക്കിടുണ്ടാണ്. അയാൾ ചൊല്ലു നാനും ഇത്തവിടെ ഇന്നിരങ്ങ് മാഫ് കൊടുക്കത്തേണ്ടി യസീദ് ചൊന്നെങ്കത്തൊരു സംഭവവും ചരിത്രത്തിൽ കണ്ടു. ഏതായാലും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ കർബലാത്തിൽ ദഫനാവുടു. ആ മഹാന്റെ തല ജന്നത്തുൽ ബഖീൽ ദഫനായിട്ടാണ് ഒരു അഭിപ്രായം. ഈജിപ്തിലുണ്ടും അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലയിൽ ആരെല്ലാം കൂടിയാറ്. അങ്ക് വലിയ വലിയ ഫിത്നകൾ മുസീബാത്തുകൾ. തണ്ണി കൊടുക്കാത്തെങ്കെത്ത ആളിന്ന യൂപ്രട്ടീസിലെ തണ്ണി കൊടുക്കാത്തെങ്കെത്ത ആള് എത്ര തണ്ണി കുടിച്ചെങ്കിലും ദാഹിച്ചിട്ടാണ് മരിക്കടെ. അങ്ങനെ കുറേ പ്രയാസങ്ങൾ അങ്കുണ്ടായിട്ടാണ്. അങ്ങനെ ഈ യസീദ് ബിൻ മുആവിയ മരിച്ചപ്പോൾ അയാളെ മോണ് മുആവിയാൻ ചൊല്ലെങ്കെത്ത ആളാണ് ഷാമുടെയും മിസ്റിന്റെയും ആഡളിതാധികാരിയായിട്ട് പണ്ട്. ആഡളിതാധികാരിയായിട്ട് പണ്ട്. പിന്നെ വിഷയം എന്തിനെന്ന് ചൊന്നെങ്കിൽ ഈ ഉബൈദുല്ലാഹിബിൻ സിയാദ് ആഷുറായുടെ കൊല്ലപ്പെട്ടിട്ടാണ്. ഹിജ്റ നേരത്തെ ചൊന്നത് 561 ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊല്ലപ്പെടൽ. ഇത് 567 ഹിജ്റ 567 ഈ ഉബൈദുല്ലാഹിബിൻ സിയാദ് ചൊല്ല ആളെയും കൊല്ലപ്പെടരുത്. അയാളാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ തലയുടെ കൊന്നിട്ടു ആ തലയുടെ കോലുകൊണ്ട് കുത്തിയെങ്കെത്ത ആള്. ഉബൈദുല്ലാഹിബിൻ സിയാദരെ കൊല്ലപ്പെട്ടപ്പോൾ അയാളെ തല എടുക്കിടാറ്, അയാളെ തടിയുടെ കരിക്കിടാറ്.
എന്നിട്ടോ അയാളെ തലയുടെ മുഖ്താർ ചൊല്ലങ്കത്തെ ആള് അയാളെ നേതൃത്വത്തിലാണ് പിന്നെ യുദ്ധം നടക്കല്. ഈ മുഖ്താർ ചൊല്ലങ്കത്തെ ആളാണ് ഉബൈദുല്ലാഹിബ്നു സിയാദിനെ കൊല്ലുകൊണ്ട്. മുഖ്താർ ഇബ്നു അബി ഉബൈദ് അസ്സഖഫി അൽ ഖദ്ദാബ് കള്ള നബിയായിട്ട് വാദിച്ചു വന്നെങ്കത്തെ ആളാണ്. ആ മുഖ്താർ ഇബ്നു അബി ഉബൈദയുടെ നേതൃത്വത്തിൽ ഈ ചൊന്ന ഉബൈദുല്ലാഹിബ്നു സിയാദിനെ കൊല്ലപ്പെടുറ്. അയാളെ തടി കരിക്കിടാറ്, തലയുടെ മുഖ്താറിനെ മുട്ട കടത്തറാറ്. അങ്ങനെ ആയപ്പോഴാണ് ആ സമയത്ത് അവിടെയാണ് ഒരു പാമ്പ് വന്നിട്ടാണ്. പാമ്പ് വന്നിട്ട് കുറേ തലയുടെ ഇടയിലെല്ലാം പോയിട്ട് കുറേ തലങ്ങ് അവിടെ ഉണ്ട്. ഉബൈദുല്ലാഹിബ്നു സിയാദിന്റെ ബായിൽ കടക്കിട്. എന്നിട്ട് മൂക്കുദ്വാരത്തിലൂടെ പുറത്തു വണ്ട്, മൂക്കുദ്വാരത്തിലൂടെ കറന്നിട്ട് ബായിലൂടെ പുറത്തു വണ്ട്. ഇങ്ങനെ പലവട്ടം സംഭവിക്കുന്നുണ്ടാണ്. പലവട്ടം സംഭവിക്കുക. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു ജാമിയിൽ റിപ്പോർട്ടാക്കുന്ന ഹദീസ് അൽ ബിദായത്ത് വൻ നിഹായത്തിലും ഇബ്നുൽ അസീർ അൽ കാമിലും പല കിതാബിലും ഉള്ളെങ്കിത്തെ താരീഖുൽ ഖുലഫാ അലി സുയൂത്തി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ കൊല്ലുക കാരണക്കാരനായ ഉബൈദുല്ലാഹിബ്നു സിയാദ് അവൻ്റെയും ഒരു ആഷൂറാവിടെ എന്താണ് കൊല്ലപ്പെടുക. അവൻ്റെ തലക്ക് പാമ്പങ്ങ് കടന്നിട്ട് മൂക്കുദ്വാരത്തിൽ പുറത്തു വണ്ടേ, അതിലൂടെ കടന്നിട്ട് ബായിലൂടെ പുറത്തു വണ്ടെങ്കത്തെ സംഭവങ്ങൾ നടന്നിട്ടാണ് മഹാന്മാർ ചൊല്ല്. മറിച്ചൽ പിന്നെ നടന്നെങ്കത്തെ ചില അത്ഭുതങ്ങളെയാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അക്കൂട്ടത്തിൽ ഷുഹദാവ് ഷഹിദു ജനാസത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ മുആവിയ ഖിലാഫത്തർ 8ാമത്തെ ഭരണാധികാരി ഖലീഫ, ലോകത്ത് തുല്യതയില്ലാത്ത നീതി കാട്ടിങ്കത്തെ ഏറ്റവും വലിയ മഹാൻ. ആ മഹാന്റെ ജനാസത്ത് കൂടിയ ഷുഹദായുടെ ಬಗ್ಗೆ ഇബ്നു അസാക്കിർ ഉമൈർ ബിൻ ഹബീബ് അസ്സുലമി റളിയല്ലാഹു അൻഹുടെ തൊട്ട് റിപ്പോർട്ടാക്കട്. ഉമൈർ ബിൻ ഹബീബ് ചൊല്ലു നന്റെ ബന്ധിപ്പിക്കപ്പെട്ടിട്ട് അതുപോലെ ബനു ഉമയ്യ അധികാര ഇന്നങ്കത്തെ ടൈമിൽ നാനും വേറെ ഒരു 8 ആൾമാരെയും റോമുകാർ എന്താക്കിടാറ് ബന്ധനാക്കിടാറ്. ഞങ്ങളെ കൊല്ലണൂന്ന് ചൊന്നിട്ടും റോമുടെ രാജാവ് പ്രഖ്യാപിക്കിട്. അങ്ങനെ നന്റെ അനുയായികളെ കൊല്ലപ്പെട്ടിട്ട് നന്റെ ഒരാളെ ഷഫാഅത്ത് പ്രകാരം നന്റെ വിടുറാറ്. അങ്ങനെ വിടുമ്പോഴാണ് ഒരാളെ ഷഫാഅത്ത് പ്രകാരം, അതായത് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളാണ്, ഒരു വലിയ ആൾ. അയാൾ നന്റെ വിടുപ്പാട്ടിട്ട് അയാൾ ഔത്തു വിളിച്ചു പോയി നോക്കുമ്പോൾ അവിടെ വളരെ സൗന്ദര്യമുള്ള ഒരു മോളുള്ള അയാളെ മോൾ നന്റെ ഫിത്നയാക്കുവാണ് അയാൾ ഉദ്ദേശിച്ചത്. അങ്ങനെ അയാളെ നിയമത്തെല്ലാം തൻ്റെ പിന്നെ ആ പെണ്ണിടെ മങ്ങിലാവണു, അല്ലെങ്കിൽ ആ പെണ്ണിടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണു, അവൻ്റെ ദീനിൽ കിടക്കണു, അങ്ങനെയാണ് ചൊന്നുകൊണ്ടുള്ളത്. ഞാനതുക്ക് റെഡിയായില്ല. പിന്നെ ഈ മോളിലെ നന്റെയും ഈ മോളിലെയും ഖാലിയായി വിട്ടാർ. നാനും അവൾ മാത്രമാണ്. അവളുടെ ശരീരത്തെ ഹറാമുക തൻ്റെ ക്ഷണിച്ചാൽ ആ സമയത്തും ഞാൻ വിട്ടു നിന്റെ എന്തേ തടയേണ്ടി കേട്ടാൽ കാരണം എന്തേ. അപ്പോൾ ഞാൻ ചൊന്ന യംനഉ നീ ദീനി, വികാരങ്ങളില്ലാണ്ടല്ല, ആശയില്ലാണ്ടല്ല, പക്ഷേ നന്റെ ദീന് നന്റെ ഇത് തടയിട്, ഇതാക്കോ തീരാണ്ട് ചൊല്ലു. അതുകൊണ്ട് ഒരു പെണ്ണുക്ക് വേനായിട്ട് ഒരു വസ്തുക്ക് വേനായിട്ട് നന്റെ ദീന് വിടറെങ്കത്തെ വിഷയമില്ലേ. പെണ്ണപ്പം മാറാൾ പെണ്ണ് കേക്കിടാൾ നിന്റെ രായത്ത് നിക്ക് പോകിഷ്ടമുണ്ടാ, അതേ നക്ക് ഇഷ്ടമുണ്ടു എങ്കിൽ രാത്രിയിൽ നീ എന്താക്കണു സഞ്ചരിക്ക് നേരെ പോകണു ചൊല്ലാൾ, പകൽ സമയത്ത് മറിഞ്ഞു നിൽക്കണു, അങ്ങനെ നിന്റെ രായത്ത് നിൽക്ക് പോകാം. ഞാൻ അങ്ങനെ പോയ. അങ്ങനെ ഒരു നാൾ 4ാമത്തെ നാളിൽ ഞാനിങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു യാത്രാ സംഘം കുതിര സംഘം വന്നുകൊണ്ടുണ്ടു. അത് നന്റെ തേടിയോണ്ട് പണ്ടേമാൻ ചൊന്നിട്ട് നക്ക് പേടിയിത്ത്, നന്റെ തേടിയ പണ്ടതായിട്ടിക്കൊണ്ട് ചൊന്നിട്ട് നക്ക് പേടിയിത്ത്. നോക്കുമ്പോൾ അതല്ല, അത് നേരത്തെ നണ്ടൊട്ടിക്കുന്ന 8 ആൾമാരുണ്ടല്ലേ, കൊല്ലപ്പെട്ട 8 ആൾമാർ, അങ്ങാണ് ഷുഹദ അങ്ങ് വന്നുകൊണ്ടുള്ളാർ. അങ്ങ് വലിയ ഭയങ്കര വെളുത്ത മൃഗത്തമേലാണ് വന്നത്. അങ്ങ് ചൊന്നാർ ഉമൈർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ചൊന്ന അവരെ ഈ സക്കത് കുത്തിയിൽത്തും നിങ്ങളെ കൊല്ലപ്പെട്ടല്ലുണ്ട്, നിങ്ങൾ ഇവിടെ ഇത് വന്നുകൊണ്ടുള്ള വാഹനത്തിൽ. അതേ അള്ളാഹു ഷുഹദായുടെ ഇങ്ങനെ കടത്തിയ അങ്ങ് സമ്മതം കൊടുത്തറ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് അയാളെ ജനാസത്ത് കൊടുകു ഷുഹദാ അള്ളാഹു സമ്മതം കൊടുത്ത, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടുള്ളേ. അൽ ബിദായത്ത് വൻ നിഹായത്തിലുള്ള സംഭവം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചൊല്ല നീതിമാനായ ഭരണാധികാരി, വലിയ മഹാൻ. അയാളെ മരിച്ചിട്ട് വഫാത്തായിട്ട് ജനാസത്ത് സാക്ഷിയാവുകയാണ് അള്ളാഹു ഞങ്ങളെ വിട്ടറേ. എന്നിട്ട് രണ്ടൊട്ടിയെ അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചെന്നാൽ നിന്റെ കൈ തായ ഉമൈർ, അങ്ങനെ ഞാൻ കൈ കൊടുത്തേ. നന്റെ ഒരു പക്കവും പോയിട്ട് അങ്ങ് ഇട്ടാറ്, നന്റെ ഔത്രമുട്ട നന്റെ വിട്ടിട്ട് അങ്ങ് പോയാറ്. നക്കൊരു പ്രയാസവും ഒരു ഷർറും ഒരു ബുദ്ധിമുട്ടും വന്നില്ല എന്നിട്ടാണ് ഈ ഉമൈർ ബിൻ ഹബീബ് അസ്സുലമി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന മഹാൻ വിശദീകരിക്കുന്ന സംഭവമാണ്. അപ്പോൾ വഫാത്തായിൽ പിന്നെ ഷുഹദാ അങ്ങനെയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ. അള്ളാഹുടെ തെറിൽ കൊല്ലപ്പെട്ടെങ്കിൽ താൽമാർ മരിച്ചിടാറുണ്ട് വിചാരിക്കണ്ട, അങ്ങ് ഹയാത്തുള്ളാറുണ്ടല്ലോ ചൊല്ലെ. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുടെ ജനാസത്തിൽ കൊടുക്കുവാനായിട്ട് മുന്നോൽ കൊല്ലപ്പെട്ടെങ്കത്തെ സുഹാബ് ഇയാളെ ചങ്ങായിമാർ ഷുഹദാ അങ്ങ് വന്നുകൊണ്ടുള്ളാറ്. ഇയാൾക്കും അങ്ങ് രക്ഷ കൊടുത്താറ്, ഇയാളെ റായത്ത് അങ്ങ് ഇട്ടുപോയാറ്. വഫാത്തിൽ പിന്നെയും അത്ഭുതകരമായ സംഭവങ്ങൾ അള്ളാഹുടെ അപാരമായ കഴിവുകൊണ്ട് സംഭവിച്ചതിന്റെ വകയാണ് ഇമാമിയങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ. അങ്ങനെ 100 കണക്കിൽ 1000 കണക്കിൽ സംഭവങ്ങൾ ഇമാമിയങ്ങൾ റളിയല്ലാഹു അൻഹും ഞങ്ങൾക്കെല്ലാം പഠിപ്പാട്ടി തണ്ടാർ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശുഹദായുടെ ബർക്കത്തുകൊണ്ട്, മഹാന്മാർ സാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമുക്ക് നല്ല ഇൽമും തഖ്വയും ഇസ്സത്തും ഈമാനും മഅരിഫത്തും വർദ്ധിപ്പിച്ചു